എക്സാം വൈ ലേണിംഗും ദൈന്ദവൻ സ്കൂളും കൂടെ കൊളാബ് ചെയ്ത് നടത്തുന്ന NSMCയുടെ അടുത്തൊരു വീഡിയോയിട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. സോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 7ാം ക്ലാസ്സിലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ആൻഡ് നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ ബേസിക്സ് എല്ലാം നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പോലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഫിസിക്സിനകത്ത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മാത്സിനകത്തുള്ള ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വീഡിയോയിലോട്ട് കടക്കാം, അധികം ടൈം കളയാതെ. ആൻഡ് നിങ്ങൾ ആരെങ്കിലും NSMCക്ക് രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് NSMCക്ക് രജിസ്റ്റർ ചെയ്യുക. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ടാവും. സോ അതെന്ത് ചെയ്യുക, ചെക്ക്ഔട്ട് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Assume P parallel to Q in the figure, then X equal to. So ഇവിടെ X ഉണ്ട്. ഈ X എന്ന് പറഞ്ഞ ആംഗിൾ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ട്, P ഉണ്ട്, Q ഉണ്ട്. Pയും Qയും കൂടെ എന്താണ്, പാരലൽ ആണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ X എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ മേ ബി കുറച്ച് ആൾക്കാർക്കെങ്കിലും ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. ആൻഡ് നിങ്ങൾ ഓൾറെഡി കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണെന്ന് അറിയുന്ന ആൾക്കാർക്ക് മേ ബി ഒന്ന് അങ്ങോട്ട് ബ്രെയിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. സോ നോക്കണേ, ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിക്കണേ. ഈ ലൈൻ വരച്ചോടുകൂടെ നിങ്ങൾക്ക് ഏകദേശം ആൻസർ ചെയ്യാൻ വേണ്ടി കിട്ടും. സോ ഇതാണ് ലൈന്, ഞാൻ ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ട്. സോ ഇനി ഞാൻ നിങ്ങളോട് 2-3 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് ഈ ആംഗിള്, ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത ഈ ആംഗിള് എത്രയാണെന്ന് പറയാൻ വേണ്ടി പറ്റൂ. സോ ടോട്ടൽ എന്താണ്, ടോട്ടൽ 180 ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ടോട്ടൽ ലീനിയർ പെയർ 180 ആണ്. അതിനകത്ത് 130 ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, ഈ ഭാഗം 130 ആണ്. സോ റിമൈനിങ് പോർഷൻ ആയിട്ടുള്ള ഈ ഭാഗം എന്തായിരിക്കും, ഒബ്വിയസ്ലി അത് 50 ആയിരിക്കും. സാർ അതെങ്ങനെ കിട്ടിയത്, ഒന്നുമില്ല, 180 മൈനസ് 130 എന്താണ് 50 അല്ലേ. സോ അത് കിട്ടി. ഇനി അടുത്ത പോയിന്റ് ആണ്, ശ്രദ്ധിക്കണേ. ഞാൻ ഇവിടെ ഇത് 160, അത് 160 ആണല്ലോ. ഇത് ടോട്ടൽ എന്താണ്, ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ എന്താ, 180 ഡിഗ്രി ആണ് അല്ലേ. രണ്ട് പെയർസ് ഉണ്ട്, ഈ രണ്ട് അഡ്ജസന്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ്. ഒരെണ്ണം 160 ആണെങ്കിൽ അടുത്തത് എന്താണ്, അടുത്തത് 20 ഡിഗ്രി. റെഡിയാണല്ലോ. സോ ഇത് 50, ഇത് 20. ഇനി നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണെന്ന് അറിയാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ട്, രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. ഒരെണ്ണം ഈ ലൈൻ ഞാൻ ഇപ്പോൾ വരച്ചതാണ്, നിങ്ങൾക്കറിയാം. സോ നിങ്ങളുടെ ഈ ലൈനും കൂടെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ ഇവിടെ ഉണ്ട്. ആൻഡ് നിങ്ങളുടെ ഈ ആംഗിളും എന്തായിരിക്കും, ഈ എക്സ് കംപ്ലീറ്റ് അല്ല, എക്സിന്റെ ഈ പകുതി ഇതും കൂടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് ട്രാൻസ്വേഴ്സ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടും, 50 ആണെന്ന് കിട്ടും. ഏത്, ഈ പകുതിയല്ല, ഈ കുഞ്ഞ പോർഷൻ മാത്രം നിങ്ങൾക്ക് 50 ഡിഗ്രി ആണെന്ന് കിട്ടും, ഈ ഒരു ആംഗിൾ. സിമിലർലി താഴെയുള്ള ഈ ഒരു പോർഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം 50 ആണ്, ആൻഡ് ഇതെന്താണ്, 20 ആണ്. കാരണം എന്താ, അത് കറസ്പോണ്ടിങ് ആംഗിൾ ആണ് ആരുടെ, ഇതിന്റെ. സോ ഇതും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, 20. സോ നിങ്ങൾ ഈ 50യും 20യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സ് എന്താന്ന് കിട്ടും. സോ എക്സ് ഈസ് ഈക്വൽ ടു 50 പ്ലസ് 20, അഥവാ വിച്ച് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. റെഡിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഉണ്ടോ, ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത കോഴ്സിലോട്ട് പോകാം. സോ ഈ കോഴ്സ് ചെയ്യാൻ ആകെ ഉപയോഗിച്ച കാര്യങ്ങൾ, ഒന്ന് ലീനിയർ പെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകണം. 180 ഡിഗ്രി ആംഗിൾ എന്തായിരിക്കണം, രണ്ട് പെയർസ് ആഡ് ചെയ്താൽ 180 ആയിരിക്കും. അടുത്തത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താ നിങ്ങൾക്ക് അറിയണം. ആൻഡ് അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് ലൈൻ കിട്ടി, പാരലൽ ലൈൻസ്. അതിനെ കട്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഒരുപോലെ ഇരിക്കുന്ന ആംഗിൾസ് എന്താണ്, അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഇഫ് 2 ലൈൻസ് കട്ട് ബൈ ട്രാൻസ്വേഴ്സൽ, രണ്ട് ലൈൻസ് ഉണ്ട്, ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇഫ് 2 ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ, രണ്ട് ലൈൻസിനെ ട്രാൻസ്വേഴ്സ് കൊണ്ട് കട്ട് ചെയ്തു. വിച്ച് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആംഗിൾസ് ആണ് എല്ലാ സമയത്തും ഈക്വൽ ആയി ഇരിക്കുന്നത്. ഓപ്ഷൻ എ അഡ്ജസന്റ് ആംഗിൾസ്, ഓപ്ഷൻ ബി ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഓപ്ഷൻ സി കറസ്പോണ്ടിങ് ആംഗിൾസ്, ഓപ്ഷൻ ഡി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. നിങ്ങൾ ആൻസർ ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയാൻ വരട്ടെ. കാരണം എന്താ, ഇഫ് 2 ലൈൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇഫ് 2 പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞതെങ്കിൽ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ അപ്ലൈ ചെയ്ത്, ആ ലോജിക്കല്ലേ, രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
റെഡിയാണല്ലോ. പക്ഷേ ഇവിടെ അത് പറഞ്ഞില്ല, ഇഫ് ടു ലൈൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഓൾട്ടർനേറ്റീവ് ആംഗിൾ ഈക്വൽ ആണോ? അറിയില്ല, പറ്റില്ല. കാരണം എന്താ? നിങ്ങൾക്ക് അറിയില്ല അത് പാരലൽ ആണോ പാരലൽ. പക്ഷെ നിങ്ങൾക്ക് എല്ലാ സമയത്തും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. റെഡിയാണല്ലോ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. സോ നിങ്ങൾക്ക് വെർട്ടിക്കലി രണ്ട് ലൈൻസ് ഇങ്ങനെ വന്നു, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താ? ഇതും ഇതും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതാണ് എന്ത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. രണ്ട് ലൈൻസ് എങ്ങനെ വേണമെങ്കിലും വരട്ടെ, പാരലൽ ആണോ പാരലൽ ആവാതെ എങ്ങനെയെങ്കിലും വരട്ടെ, ആൻഡ് അതിന് നിങ്ങൾ ട്രാൻസ്വേഴ്സ് കൊണ്ട് കട്ട് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ ആ ട്രാൻസ്വേഴ്സ് ഉണ്ടാക്കുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടല്ലോ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, അവരെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് എന്താ അവിടെ? 9/2x + 30 ഡിഗ്രി വന്നിട്ടുണ്ട്, ആൻഡ് അപ്പുറത്ത് 2x + 20 വന്നിട്ടുണ്ട്. സോ നിങ്ങൾ അതിനകത്തുള്ള എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് അറിയാം ഇവിടെ രണ്ട് ആംഗിൾസ് ഉണ്ട്, ആൻഡ് അതെന്താണ്? ഒരു ലീനിയർ പെയർ ആണ്. സോ ലീനിയർ പെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതി കൂടെ? 9/2x + 30 പ്ലസ് ഒന്നാമത്തെ ആംഗിൾ, ഈ ആംഗിൾ എടുത്തു. ഇനി അടുത്തത് 2x + 20 = ഈ ആംഗിൾ എടുത്തല്ലോ. ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 180 ആണല്ലോ. സംശയം ഉണ്ടോ? സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ 180 എഴുതി വെച്ചു. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിനകത്തും ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡ്, അഥവാ ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എന്താ പറയുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും. ആൻഡ് അതുപോലെ തന്നെ ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിന് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും. സോ നമുക്ക് എക്സ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ അടുത്ത് 9/2x ഉണ്ട്, പിന്നെ ഒരു 2x ഉണ്ട്. നമ്മൾ ഇതിനകത്തൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ ആവശ്യമില്ലാത്ത എക്സിന് മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി സാധനത്തിനൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും, റൈറ്റ് സൈഡിലോട്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന്. സോ 9/2x അവിടെ തന്നെ എഴുതി, ആൻഡ് 2x അവിടെ വെച്ചു. റെഡിയാണല്ലോ. ഈക്വൽ ടു അവിടെ ഉണ്ട്, 180 ഓൾറെഡി അവിടെ ഉണ്ട്. സാർ ബാക്കിയുള്ള 13 20 എവിടെ പോയി? അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഈ 20 30 അങ്ങോട്ട് കൊണ്ടുപോകും. എവിടേക്ക്? റൈറ്റ് സൈഡിലോട്ട്. എവിടെ നിന്ന്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് +20 അല്ലെങ്കിൽ +30 ആയിരുന്നല്ലോ ഇയാള്. സോ ഇയാൾ നേരെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താകും? -30. ആൻഡ് ഇവിടെ +20 ആണല്ലോ ഇയാളെ പോകുന്ന സമയത്ത് എന്താവും? -20. റെഡിയാണല്ലോ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സോറി 180 -30 -20 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 130 എന്ന് വരും. വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ഷൻ ഒക്കെ ചെയ്ത് നോക്കുക. അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പോകുന്നില്ല. സോ ഇവിടെ എന്തുണ്ട്? 9/2x ഉണ്ട് +2x ഉണ്ട്. നിങ്ങൾക്ക് 9/2x പിന്നെ 2x. ഞാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ 6.5x = 130 എന്ന് എഴുതാം. സാർ എന്തുകൊണ്ട് 6.5? എടാ ഒന്നുമില്ലടാ, 9/2 എന്താ? 4.5 അല്ലേ? 9/2 9.5 4.5. അതിനകത്തോട് 2 ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 6.5x കിട്ടും. റെഡിയാണല്ലോ. സോ 6.5x = 130 എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ഈ 6.5നെ ഇവിടെ ഇരിക്കുന്ന 6.5നെ ഞാൻ എന്ത് ചെയ്യണം? ഈ 6.5നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. വിച്ച് മീൻസ് അതെന്താകും? 130 / 6.5 ആകും. 130 / 6.5 നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. 130 / 6.5 നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 20 എന്ന് വരും. ഞാൻ ഡിവിഷൻ കാണിക്കാൻ വേണ്ടി പോകുന്നില്ല, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുകയാണ്, ഡെസിമൽ ഡിവിഷൻ ഒക്കെ. ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 130 / 6.5 നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. എങ്ങനെ ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ എന്തിനാ ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്ക് ഡെസിമൽ കളയണം. അപ്പൊ ഞാൻ ഇവിടെ എന്താ പോവാ? മുകളിലും താഴെ ഡബിൾ എടുക്കാൻ വേണ്ടി പോവാണ്. 260 / 13 എന്നാകും. റെഡിയാണല്ലോ. ഇത്രേ ഉള്ളൂ. 130 / 6.5 ആണ്. ഞാൻ 130 / 6.5ന്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നു. എങ്ങനെ? താഴെ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അന്നേരം എനിക്ക് 260 / 30. 260 / 30 നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം 30ന്റെ ഡബിൾ ആണ് 26. സോ അങ്ങനെയാണെങ്കിൽ 260 എത്ര തവണ ഉണ്ടാവും 13നകത്ത്? 20 ടൈംസ് ആണല്ലോ. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും കൺഫ്യൂഷൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ഡിവിഷൻ ഒക്കെ ചെയ്തു നോക്കുക. സോ 20 ആണ് ആൻസർ വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ 20 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. റെഡിയാണല്ലോ. സോ അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ഇത് സെയിം കോമ്പിനേഷൻ അല്ലെങ്കിൽ സെയിം പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ AB ആൻഡ് CD ആർ പാരലൽ. AB തന്നിട്ടുണ്ട്, CD തന്നിട്ടുണ്ട്. രണ്ട് ലൈൻസ് ഉണ്ട്, രണ്ടും പാരലൽ ആണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ തേർഡ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ തേർഡ് ആംഗിൾ പറഞ്ഞാൽ ഒന്നുമില്ല,
ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ നിങ്ങൾ ഈ ആംഗിൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്തോട്ട് ഓൾറെഡി ഐഡിയ വന്നിട്ടുണ്ടാവും. എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ ലൈൻ വരയ്ക്കാൻ വേണ്ടി പോവാണ്. സെൻറ്ററിലൂടെ ഞാൻ ലൈൻ വരയ്ക്കുന്നു, അതിനെ കട്ട് ചെയ്യുന്നു. സോ ലൈൻ വരച്ച് കഴിയുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ആംഗിളും എന്താണ്, ഓൾട്ടർനേറ്റിംഗ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. കാരണം ഇവർ രണ്ടും ഒരു Z ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഈ Z പോലെ ഇരിക്കുന്ന സാധനം എന്താ, ഓക്കെ, ഇങ്ങനെ Z ഷേപ്പ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് ഓൾട്ടർനേറ്റിംഗ് ആംഗിൾസ്. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് ഇവിടെയും ഒരു Z വരയ്ക്കാൻ വേണ്ടി പറ്റുമല്ലോ, ഒരു ഇൻവേർട്ടഡ് Z ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. സോ നിങ്ങളുടെ ഈ ആംഗിളും എന്താണ്, ഓൾട്ടർനേറ്റിംഗ് ആംഗിൾസ് ആണ്. സോ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, എപ്പോൾ പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സ് കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത്. സോ ഇത് 40 ആണെങ്കിൽ ഇത് 40, സിമിലർ ഇത് 50 ആണെങ്കിൽ അടിഭാഗം അതെന്താണ് 50 ആണ്. ടോട്ടലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 50 + 40 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക്. റെഡി ആണല്ലോ? അങ്ങനെയാണ് ഓപ്ഷൻ എന്താ, ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ? അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താന്ന് പറഞ്ഞു, ഓൾട്ടർനേറ്റിംഗ് ആംഗിൾസ് എന്താന്ന് പറഞ്ഞു. ആൻഡ് നിങ്ങളും ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ ഇങ്ങനെ രണ്ട് കേസ് വന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ X ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ആംഗിൾ 10 ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ആംഗിൾ 50 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, 50 ആയിരിക്കും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ കറക്റ്റ് സെറ്റ് ഓഫ് X, Y, Z ഫ്രം ദ ഫോളോയിങ്. അപ്പൊ നിങ്ങൾക്ക് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ചിത്രം അതാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, ഈ എക്സും വൈയും ഇസഡും എന്താണെന്ന് കണ്ടുപിടിക്കണം. റെഡി ആണല്ലോ? സോ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ മുകളിലെ ഭാഗം മാത്രം ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ അന്നേരം നിങ്ങൾക്ക് ഇവിടെ 40 ഉണ്ട്, ഇവിടെ 25 ഉണ്ട്. ഒബിയസ്ലി എക്സ് എന്തായിരിക്കും, ടോട്ടൽ എന്താണ് 180 ആണല്ലോ. ഇത് മുഴുവൻ ഇവിടം വരെ എന്താണ് 180 ആണ്. ഈ ഹാഫ് ടോട്ടൽ എന്താണ് 180 ആണ്. സോ ഇതിനകത്ത് 40 പോയി, 25 പോയി, റിമൈനിങ് ആയിട്ട് എക്സും കൂടെ ഉണ്ട്. ആ എക്സ് എന്തായിരിക്കും, 180ൽ നിന്ന് 40ന്റെയും 25ന്റെയും സമ്മിന് എന്താ ചെയ്യുക, കുറയ്ക്കുക. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇവിടെ 180 എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 പ്ലസ് 25 അല്ലടാ, 40 പോയി 25 പോയി, ബാക്കി എന്താ ഉണ്ടാവേണ്ടത്, ഒബിയസ്ലി അത് എന്തായിരിക്കും 115 ആയിരിക്കും. റെഡിയാണല്ലോ? നിങ്ങൾ വേണേൽ ആഡ് ചെയ്ത് നോക്ക്. സോ 115 40 ഉണ്ട്, 25 ഉണ്ട്. സോ 40 പ്ലസ് 25 പ്ലസ് 150 അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 180 എന്ന് കിട്ടും. നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക, അഡീഷനും സബ്സ്ട്രാക്ഷനും ഒന്നും ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നില്ല, നിങ്ങൾ അത് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എക്സ് 115 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. എക്സ് 115 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെ ഉണ്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. ഓപ്ഷൻ ബിനകത്ത് എക്സ് 140 ആണ്. എക്സ് 140 അല്ല നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മെല്ലെ എലിമിനേറ്റ് ചെയ്യാം. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാംസിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ്റെ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ മെത്തേഡാണ് എടുക്കേണ്ടത്. കാരണം എന്താ, നിങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. മാക്സിമം ടൈമിനകത്ത്, മിനിമം ടൈമിനകത്ത് മാക്സിമം സ്പീഡിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ നിങ്ങളുടെ സ്കൂളിനകത്ത് പോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് അല്ല നമ്മുടെ NSMC. സോ NSMC എന്താണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ കോമ്പറ്റീവ് എക്സാം എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ഇതുപോലത്തെ ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് ഉപയോഗിച്ചിട്ട് വേണം എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പും ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആരും വരാൻ വേണ്ടി പോകുന്നില്ല എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സോ അന്നേരം ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്തു. നമ്മുടെ കയ്യിൽ ഇനി 3 ഓപ്ഷൻസ് മാത്രമാണ് ഉള്ളത്, എയും സിയും ഡിയും. ഇനി അടുത്തത് എക്സും വൈയും ആണ്, എക്സും ഇസഡും ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈയും ഇസഡും ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, വൈയും ഇസഡും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ വൈയും ഇസഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈ പ്ലസ് ഇസഡ് ഷുഡ് ബി ഈക്വൽ ടു 180. കാരണം എന്താ, അത് ലീനിയർ പെയർ ആണ്. മുകളിൽ എന്താണോ നമ്മൾ അപ്ലൈ ചെയ്ത് അത് തന്നെയാണ് താഴെ അപ്ലൈ ചെയ്യേണ്ടത്. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, വൈ പ്ലസ് ഇസഡ് ഷുഡ് ബി ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ ഓപ്ഷൻ എ നോക്കുന്ന സമയത്ത് വൈന് 140 പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇസഡിന് 40 പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 140 പ്ലസ് 40 180 ആണല്ലോ, കുഴപ്പമില്ല. സോ ഓപ്ഷൻ എ ഓക്കെ ആണ്. പക്ഷെ നമുക്ക് ഉറപ്പിക്കാനായി ഓപ്ഷൻ എ ആണെന്ന് അല്ല, ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ സി ഉണ്ട്. ഓപ്ഷൻ സിന്റെ സമയത്ത് വൈ എന്താണ് 115 ആണ്, ഇസഡ് 40 ആണ്. സോ 115ഉം 40യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടുമോ, കിട്ടൂല. വിച്ച് മീൻസ് നിങ്ങളുടെ ഓപ്ഷൻ സി തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻ, ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. ഓപ്ഷൻ ഡിയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. സോ എക്സ് 115 നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്.
y എന്ത് ചെയ്തിട്ടുണ്ട് 140 ആന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. ആൻഡ് z 120 ആന്ന് പറഞ്ഞിട്ടുണ്ട്. 140 പ്ലസ് 120 180 ആണോ? അല്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലാ ഇനി ഓപ്ഷൻ എ മാത്രമാണ് ബാക്കിയുള്ളത്. വിച്ച് മീൻസ് കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. റെഡിയാണല്ലോ? സോ നിങ്ങൾക്ക് ഇങ്ങനെയും ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എലിമിനേഷൻ വഴി. സോ എലിമിനേഷൻ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക. കാരണം എന്താ, നിങ്ങൾക്ക് വളരെ മിനിമൽ ടൈം മതി, കറക്റ്റ് ആൻസർ കിട്ടണമെന്ന് പോലും ഇല്ല. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. ഇൻ ദ ഫിഗർ പി ക്യു പാരലൽ ടു ആർ എസ്. പി ക്യു ഇവിടെ ഉണ്ട് കേട്ടോ, പി ഉണ്ട് ക്യൂ ഉണ്ട്. വിച്ച് മീൻസ് പി ക്യു ലൈൻ ഇതാണ്, ആർ എസ് ലൈൻ ഇതാണ്, രണ്ടും പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ പാരലൽ ആണ് മീനിങ്, ഓർത്തിരിക്കുക. ആൻഡ് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എഫ് ഇ ടി. ഓക്കെ, ഈ ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചത്. നോക്കാം. നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇത് 110 ആണല്ലോ. ഏത്? ഇവിടെ 110 ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതെന്താ, ഞാൻ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് പറഞ്ഞതല്ലേ, എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. ഒബ്വിയസ്ലി ഇയാൾ എന്താണ് 110 ആണ്. അയാൾ 110 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓൾവേസ് ആർ ഈക്വൽ അല്ലേ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇത് 110. റെഡിയാണോ? റെഡിയാണ്. അടുത്തൊരു പോയിന്റ്, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ലൈൻ ഉണ്ട്. ഈ ആംഗിൾ 140 ആണ്. ഒബ്വിയസ്ലി ഈ ആംഗിൾ എന്തായിരിക്കും? ടോട്ടൽ 180 ആണ്. 140 പോയി കഴിഞ്ഞാൽ റിമൈനിങ് 40 ആണ്. സോ നിങ്ങൾക്ക് അകത്ത് ഒരു 40 കൂടെ കിട്ടി. റെഡിയാണല്ലോ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ വേണമെങ്കിൽ ഞാൻ ഒരു സാമ്പിൾ വരച്ചു നോക്കാം. ഐ ആം വീക്ക് ഇൻ ഡ്രോയിങ്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്, എനിക്ക് ഡ്രോയിങ്ങിനകത്ത് വലിയ കഴിവില്ല. സോ 110 ഇവിടെ പോയി, 40 ഇവിടെ പോയി. ആൻഡ് നിങ്ങൾക്ക് അറിയാം ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സംബന്ധാടാ. ട്രയാങ്കിളിന്റെ ആംഗിൾ സംബന്ധ ട്രയാങ്കിൾ ആംഗിൾ സം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെന്താണ്? 180 ഡിഗ്രി ആണ്. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 180 ഡിഗ്രി ആണല്ലോ. സോ 110 പോയി, 40 പോയി, റിമൈനിങ് ആയിട്ട് ഇനി ബാക്കി എത്ര ഉണ്ടാകും? ഒബ്വിയസ്ലി അതാണ് 30. ഓക്കെ ആണല്ലോ? സോ ഈ ആംഗിൾ എന്തായിരിക്കും? 30. ഓക്കെ ആണല്ലോ? അപ്പൊ ഞങ്ങൾ ആഡ് ചെയ്ത് നോക്ക്. സോ 110 പ്ലസ് 40 എത്രയാ? 150. 150 പ്ലസ് 30 എത്രയാ? 180. വിച്ച് മീൻസ് നിങ്ങളുടെ കണ്ടുപിടിക്കേണ്ട എഫ് ഇ ടി പറഞ്ഞ ആംഗിൾ എന്താണ്? 30 ഡിഗ്രി ആണ്. സോ 30 യുടെ ഓപ്ഷൻ സി എന്താണ്? അതാണ് നിങ്ങളുടെ കറക്റ്റ് ആൻസർ. ശരിയാണല്ലോ? അങ്ങനെയാണല്ലോ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, LM ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. LM ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ആൻഡ് O ഈസ് എ പോയിന്റ് ഓൺ LM. LMനകത്തുള്ള ഒരു പോയിന്റ് ആണ് എന്ത്? O. ലൈൻ ON ഈസ് ഡ്രോൺ നോട്ട് കോയിൻസൈഡ് വിത്ത് OL or OM. OLുമായിട്ടോ അല്ലെങ്കിൽ OMുമായിട്ടോ കോയിൻസൈഡ് ആവാതെ ON എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രോ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? വരച്ചു നോക്കാം. നിങ്ങൾ കൺഫ്യൂസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ സ്വന്തമായിട്ട് ആദ്യം ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണല്ലോ, ഞാൻ ചെയ്ത ആൻസറിനായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. സോ ഇഫ് ആംഗിൾ MON is 3 times ആംഗിൾ LON വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആംഗിൾ MON 3 times ആണെങ്കിൽ ദെൻ ആംഗിൾ MON എത്രയാണെന്ന് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചു. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവർ പറഞ്ഞ പോലെ ആദ്യം ഞാൻ എല്ലാം സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി പോവാണ്. സോ ഞാൻ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. സ്ട്രൈറ്റ് ലൈൻ ആയി. ആൻഡ് ഇവിടെ ഞാൻ എല്ലും എമ്മും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്? O is a point on LM. O ഞാൻ എടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് O മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കട്ടെ O. ഓക്കെ, ഓനെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ലൈൻ ON is drawn not coincide with OL or OM. OLുമായിട്ടോ അല്ലെങ്കിൽ OMുമായിട്ടോ കോയിൻസൈഡ് ആകാതെ ലൈൻ ON വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ ON എന്ന് വരച്ചു നോക്കാം. സോ ലൈൻ ON ഞാൻ വരച്ചിട്ടുണ്ട്. ലൈൻ ON വരച്ച സമയത്ത് വൃത്തി കുറച്ച് കുറഞ്ഞു പോയ സ്ഥിതിക്ക് ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ലൈന് ON മാർക്ക് ചെയ്യാം ഇവിടെ. റെഡിയാണല്ലോ? സോ ON വരച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റിനകത്ത് പറഞ്ഞു ഇഫ് ആംഗിൾ MON is 3 times ആംഗിൾ LON. സോ നിങ്ങൾക്ക് ഇവിടെ 2 ആംഗിൾസ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ആൻഡ് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ക്വസ്റ്റിനകത്ത് അവർ പറഞ്ഞു MON എന്താണ്? 3 times ആണ്. സോ MON 3 times ദാൻ LON. അപ്പൊ LON നിങ്ങളുടെ LON ഇതാണ്, LON. അതുപോലെ MON പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ MON എന്താണ്? LON 3 times, വിച്ച് മീൻസ് ഇത് x ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 3x ആയിരിക്കും. മനസ്സിലായല്ലോ? ഒരെണ്ണം മറ്റേതിന്റെ 3 times ആണ്. സോ ഒരെണ്ണം x ആണെങ്കിൽ മറ്റേന്തായിരിക്കും?
3 ഇൻറ്റു എക്സ്. ഒരെണ്ണം 10 ആണെങ്കിൽ മറ്റേതെന്തായിരിക്കും 3 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു 30. റെഡി ആണല്ലോ. ആൻഡ് നിങ്ങൾക്കറിയാം 3x പ്ലസ് എക്സ് ലീനിയർ പെയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം. അതും എഴുതി. ഇത്ര എഴുതിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടെ എഴുതി കൂടെ. 3x എക്സ് കൂടെ ആഡ് ചെയ്താൽ 3x ലോട്ട് ഒരു എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് 4x. 4x ഈക്വൽ ടു 180. 4x 180 ആണെങ്കിൽ എക്സ് എന്തായിരിക്കടോ? എക്സിന്റെ 4 ടൈംസ് ആണ് 180. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എക്സ് 45 ആണ്. റെഡി ആണല്ലോ. 45 ഇൻറ്റു 4 എന്താ 180 ആണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടോ. സോ എക്സ് 45 മനസ്സിലായി. പക്ഷെ ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞത്? ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ MON ആണ്, അഥവാ ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അഥവാ എക്സിന്റെ 3 ടൈംസ് എക്സ് 45 ആണെങ്കിൽ 45ന്റെ 3 ടൈംസ് 135 ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനകത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല. സോ നിങ്ങൾക്ക് ഇതോടെ ഞാൻ ലൈൻസ് ആൻഡ് ആംഗിൾസിനകത്തുള്ള മെയിൻ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ ലൈൻസ് ആൻഡ് ആംഗിൾസിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനകത്ത് ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിനകത്ത് പറഞ്ഞാൽ മതി. അതല്ല നിങ്ങൾ കമ്മ്യൂണിറ്റിന്നാണ് വരുന്നെങ്കിൽ കമ്മ്യൂണിറ്റി അഡ്മിനുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് NSMCക്ക് ഇനി ആരും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ലാസ്റ്റ് മിനിറ്റിലോട്ട് വെച്ച് ബുദ്ധിമുട്ടാവാൻ നിൽക്കണ്ട. പെട്ടെന്ന് മാക്സിമം രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക ആൻഡ് പഠിക്കുക. ആൻഡ് നിങ്ങൾക്കറിയാം NSMC ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് 12.5 ലക്ഷം രൂപന്റെ സ്കോളർഷിപ്പും ക്യാഷ് പ്രൈസും ഒക്കെയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുക, മാക്സിമം സ്കോളർഷിപ്പ് ഒക്കെ ഗെയിൻ ചെയ്യുക. സോ നിങ്ങൾക്ക് ലൈൻസ് ആൻഡ് ആംഗിൾസിനകത്തുള്ള ടോപ്പിക്സ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഇനി ഇതുപോലത്തെ വീഡിയോസ് എല്ലാം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. സോ ഇനിയും വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് എക്സാംസ് നന്നായി അറ്റംപ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.